തിരക്കേറിയ ഒരു നഗരത്തിന്റെ ഹൃദയത്തിൽ വെച്ച് ഒരെഴുത്തുകാരിക്ക് ഒരു സാധാരണ ഓട്ടോയാത്രയ്ക്കിടെ ഒരു അസാധാരണമായ അനുഭവമുണ്ടായി. ഉറക്കമില്ലാത്ത ഡൽഹിയുടെ അധികമാരും കാണാത്തൊരു മുഖം കാണിച്ചു തന്ന ആ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പൊ ഈ കഥയുടെ എല്ലാം തുടക്കം ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കിടക്ക പോലുമില്ലാതെ 14 വർഷം. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇതെങ്ങനെ സാധിക്കും എന്ന ചോദ്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സംഭവം നടക്കുന്നത് ഫെബ്രുവരിയിലെ തണുപ്പുള്ള ഒരു വൈകുന്നേരമാണ്. സാഹിത്യ അക്കാദമിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങി മടങ്ങുകയാണ് നമ്മുടെ എഴുത്തുകാരി. വിജനമായ മന്ത്രിമാർഗിൽ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ ഓട്ടോറിക്ഷകൾ മാത്രം. അതിലൊന്നിൽ അവർ കയറി. ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ അയാൾ കുറച്ചധികം സമയമെടുത്തു. അയാളുടെ ഓരോ ചലനത്തിലും എന്തോ ഒരു വല്ലാത്ത തളർച്ചയുണ്ടായിരുന്നു. സീറ്റിനടിയിൽ നിന്ന് കീറിപ്പറിഞ്ഞ അഴുക്കുപിടിച്ച ഒരു ഹാഫ് സ്ലീവ് സ്വെറ്റർ എടുത്ത് വളരെ പതുക്കെയാണ് അയാളിട്ടത്. ഓട്ടോയുടെ റിയർവ്യൂ മിററിലൂടെ അയാളുടെ മുഖം കണ്ടപ്പോൾ എഴുത്തുകാരി ശരിക്കുമൊന്ന് ഞെട്ടിപ്പോയി. കണ്ണുകളൊക്കെ കുഴിഞ്ഞ് കവിളെല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. വിശപ്പും അസുഖവും മാത്രമല്ല, അതിനപ്പുറം എന്തോ ഒന്ന് ആ മുഖത്തവർക്ക് കാണാമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ അയാളുടെ ചുമ കൂടിക്കൂടി വന്നു. എത്ര നാളായി ഈ ചുമ എന്ന് എഴുത്തുകാരി ചോദിച്ചപ്പോൾ അയാൾ വളരെ നിസ്സംഗനായി പറഞ്ഞു, ഏകദേശം ഒരു 10-12 വർഷമായി കാണും. ഡോക്ടറെ കാണിക്കാത്തതിന് കാരണം കയ്യിൽ പണമില്ലാത്തതായിരുന്നു. ആ സംഭാഷണം അവിടെ നിന്നു. ശരിയല്ലേ, ഈ ലോകം മുഴുവൻ പണത്തിന് പിന്നാലെ ഓടുമ്പോൾ ചിലർക്കത് ഒരുപാട് കിട്ടുന്നു, ചിലർക്ക് തീരെ കിട്ടുന്നില്ല. വീണ്ടും ചുമച്ച് ശ്വാസം മുട്ടുന്ന ആ ഡ്രൈവറോട് എഴുത്തുകാരി വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ വീടെവിടെയാണ്? ആ ഓട്ടോയുടെ കണ്ണാടിയിലൂടെ വീട്ടിൽ വന്നൊരതിഥിയെ നോക്കുന്ന പോലെ അയാൾ എഴുത്തുകാരിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇതുതന്നെയാണ്. അതെ, ആ ഓട്ടോറിക്ഷ തന്നെയായിരുന്നു അയാളുടെ വീട്. അപ്പോ ആ ഒരു മറുപടി കേട്ട ഷോക്കിൽ നിന്ന് നമുക്ക് അയാളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. എങ്ങനെയാണ് ഒരു ഓട്ടോറിക്ഷ ഒരാളുടെ വീടായി മാറുന്നത്? വെറും 3 അടി, ആ ഓട്ടോയുടെ പിൻസീറ്റിന്റെ നീളം, അതായിരുന്നു അയാളുടെ കിടപ്പുമുറി, അയാളുടെ ലോകം. കഴിഞ്ഞ 14 വർഷമായി അയാളുടെ ഉറക്കം ആ 3 അടി സ്ഥലത്ത് ഒതുങ്ങിയിരുന്നു. അയാളുടെ ആകെയുള്ള സമ്പാദ്യം എന്താണെന്നറിയുമോ? എഴുത്തുകാരിയിരിക്കുന്ന ആ സീറ്റിനടിയിലുള്ള ഒരു ചെറിയ പെട്ടിയിൽ ഒതുങ്ങുന്നതായിരുന്നു അതെല്ലാം. ഒരു പുതപ്പ്, ഒരു ജോഡി ഡ്രസ്സ്, പിന്നെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കുന്ന ഒരേ ഒരു പാത്രം. ഈ സംഭാഷണം ഒന്ന് കേട്ടുനോക്കൂ. നിങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെ എന്നെഴുത്തുകാരി ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, അതിന്റെ മുകളിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എന്ന്. ആ നിമിഷത്തിന്റെ ഒരു തീവ്രത ഒന്ന് ഓർത്തുനോക്കൂ. അപ്പൊ പിന്നെ എങ്ങനെയായിരുന്നു അയാളുടെ ജീവിതം? ശരിക്കും പറഞ്ഞാൽ ആ നഗരം തന്നെയായിരുന്നു അയാളുടെ വീട്. ഏതെങ്കിലും വഴിയോരത്തുള്ള ദാബയിൽ നിന്ന് ഭക്ഷണം കഴിക്കും, പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കും, റോഡരികിലെ പബ്ലിക് ടാപ്പുകളിൽ നിന്ന് കുളിക്കും. ഞായറാഴ്ചകളിൽ പഞ്ച്കുയ്യാൻ റോഡിൽ തന്നെപ്പോലെ ഒരുപാട് പേർ കുളിക്കാനായി എത്താറുണ്ടെന്നും അയാൾ പറഞ്ഞു. അടുത്ത ദിവസം എഴുത്തുകാരി അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോഴാണ് അവർക്ക് അയാളുടെ പേര് മനസ്സിലാവുന്നത്, രാജാറാം. ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ നിന്നുള്ള രാജാറാം എങ്ങനെയാണ് ഡൽഹിയിലെ തെരുവുകളിലെത്തിപ്പെട്ടത്? ഗ്രാമത്തിൽ വയലുകളിൽ പണിയെടുത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു രാജാറാം. ഒരു മഴക്കാലത്ത് വീട് തകർന്നു വീണതോടെ കുടുംബം പട്ടിണിയിലായി. ഒന്നും ചെയ്യാനില്ലാതെ 1979 ഡൽഹിയിലേക്ക് വണ്ടി കയറി. ഇവിടെ എത്തി ആദ്യത്തെ 8 വർഷം സൈക്കിൾ റിക്ഷ ചവിട്ടി. പിന്നെ ദയ തോന്നിയ ഏതോ ഒരാൾ വാങ്ങി നൽകിയ ഈ പഴയ ഓട്ടോ ഓടിച്ചാണ് ജീവിതം. എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന് രാജാറാം പറഞ്ഞ മറുപടി നമ്മുടെ നെഞ്ചിൽ കൊള്ളുന്ന ഒന്നാണ്. ഗ്രാമത്തിലും എനിക്ക് തലചായ്ക്കാൻ ഒരു മേൽക്കൂരയില്ലായിരുന്നു. പിന്നെ ഗ്രാമത്തിലെ വയലിലോ ഡൽഹിയിലെ റോഡിലോ ഉറങ്ങിയാൽ എന്താ വ്യത്യാസം? പ്രായം ചോദിച്ചപ്പോൾ അയാൾക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. ഒരു 50 വയസ്സുണ്ടാവും എന്ന് അയാൾ പറഞ്ഞു. പക്ഷേ എഴുത്തുകാരിക്ക് അയാളെ കണ്ടിട്ട് ഒരു 40 വയസ്സിൽ കൂടുതൽ തോന്നിയതേയില്ല. അപ്പോ എഴുത്തുകാരിക്കൊരു സംശയം തോന്നി. ഒരുപക്ഷേ അയാളുടെ ക്ഷീണത്തിന്റെ വർഷങ്ങളെല്ലാം കൂടി അയാളുടെ പ്രായത്തിലേക്ക് ചേർത്തുവെച്ചതാണോ? ശരിയല്ലേ, കഷ്ടപ്പാടുകൾക്ക് നമ്മളെ എത്രത്തോളം വയസ്സനാക്കാൻ പറ്റും? അപ്പോ ഈ ഒരു കണ്ടുമുട്ടലിന്റെ അവസാനത്തിൽ രാജാറാമിന്റെ ജീവിതം എഴുത്തുകാരിയെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഡൽഹിയില് ജീവിക്കുന്നതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രാജാറാം വളരെ ലളിതമായൊരു മറുപടി പറഞ്ഞു, ഞാനിവിടെ വന്നത് വയറു നിറയ്ക്കാനാണ്. അത് നടക്കുന്നുണ്ട്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും ആ വാക്കുകളിൽ ഒരുതരം സംതൃപ്തിയുണ്ടായിരുന്നു. ഇതായിരുന്നു ആ വലിയ തിരിച്ചറിവ്. നമ്മളെ കാണുന്ന ഒരേ നഗരത്തില് ഒരേ സമയം 2 വ്യത്യസ്ത കാലങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
ഒന്ന് ഭക്ഷണവും വീടുമുള്ള സമൃദ്ധിയുടെ കാലം, മറ്റൊന്ന് വിശപ്പിന്റെയും വീടില്ലായ്മയുടെയും കാലം. അപ്പോ രാജാറാമിന്റെ ജീവിതം നൽകിയ ആദ്യത്തെ പാഠം ഇതായിരുന്നു. നമ്മളെല്ലാവരും ഒരേ നഗരത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് രണ്ട് വ്യത്യസ്ത ഋതുക്കളിലാണ്. സാമൂഹികവും സാമ്പത്തികവുമായ അന്തരമുണ്ടാക്കുന്ന രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ. ഈ കഥ അവസാനിക്കുമ്പോൾ അത് നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരേ നഗരത്തിലെ ഈ രണ്ട് കാലങ്ങളിൽ നമ്മൾ ജീവിക്കുന്നത് ഏത് കാലത്തിലാണ്? അതിലുപരി നമ്മുടെ കൺമുന്നിലുള്ള ആ മറ്റേ കാലത്തെ നമ്മൾ കാണാറുണ്ടോ?